കാരണം അതിന്റെ ഒരു കാര്യം എല്ലാം കൂടെ വെച്ചിട്ട്. പക്ഷെ VGF എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ? വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വയബിൾ ആവാത്തതിനാണ് ഗ്യാപ് ഫണ്ടിങ് തരുന്നത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ്, ഒരു കാര്യം നിങ്ങൾ വലിയ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു പദ്ധതി, അത് മെട്രോ, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിട്ടേൺ ഒന്നും സാധാരണ കിട്ടില്ല. നമ്മളൊരു ഹോട്ടൽ പണിയുന്നതിന്റെ കൂട്ട് 10 വർഷം കൊണ്ട് അല്ലെ 8 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടില്ല മെട്രോയ്ക്ക്. മെട്രോ ഒരു 100 വർഷത്തേക്കാണ് പണിയുന്നത്, അല്ലെങ്കിൽ അത്രയും ദീർഘമായ കാലയളവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരം പദ്ധതികളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സാധാരണ ബാങ്ക് റേറ്റിനകത്ത് നമ്മളെടുത്ത് ചെയ്താൽ പറ്റാത്തതുകൊണ്ടാണ് വയബിൾ അല്ല. ആ വയബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഗ്യാപ് ഫണ്ടിങ് വരുന്നത്. അപ്പൊ തന്നെ ഈ പണം ഇപ്പോൾ തിരിച്ചു തരണമെന്ന് പറയുന്നതിന് അർത്ഥം പോയില്ലേ. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്നുള്ളതിന്റെ പേര് തന്നെ ഇത് വ്യക്തമാക്കുന്നതാണ്. അപ്പൊ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്നുള്ള പേര് തന്നെ മാറ്റേണ്ടതാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് ഈസ് ഓൾവേസ് ഫോർ എൻഷുറിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ്, ഫോർ സപ്പോർട്ടിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ഇഷ്യൂവിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. ഇതിന്റെതൊക്കെ വിഴിഞ്ഞത്തിന്റെ വിശദമായിട്ട് എന്തായാലും കാര്യമുണ്ട്. പിന്നീട് നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ ഒരു കാര്യം പ്രസന്റേഷൻ എല്ലാം കൂടെ കൊടുത്തിട്ടേ നമുക്ക് സാധ്യതകളെല്ലാം വെച്ചിട്ട്, വിഴിഞ്ഞ അത്രയും വലിയ പദ്ധതി ആയതുകൊണ്ട് നമുക്കൊരു പൊതുവിൽ കേരളത്തിന് പുറത്തേക്ക് ഷോക്കേസ് ചെയ്യേണ്ട കാര്യമാണല്ലോ കേരളത്തിന് വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് സെമിനാർ അതിപ്പോ ഒരെണ്ണം വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് സെമിനാർ ഇപ്പോൾ അടുത്ത ഇത് വരുന്നുണ്ട്, ജനുവരിയിൽ. മൂന്ന് റിപ്പോർട്ടിലും CAG അങ്ങനെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നിയമസഭയുടെ അഭിപ്രായം നമ്മൾ നേരത്തെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നേക്കുന്നതിനകത്തും നമ്മൾ പ്രസന്റ് ചെയ്തതിനകത്തും നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഇങ്ങനെ തന്നെയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ലോണിനെ സംബന്ധിച്ചുള്ള ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ളത് പറഞ്ഞതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നാട്ടിൽ ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് ആരും തർക്കിക്കത്തില്ലല്ലോ. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഒത്തിരി കാലം കഴിഞ്ഞിട്ട് പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കണമെന്നുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ. ഇത് കൊടുത്തില്ലെങ്കിൽ നാഷണൽ ഹൈവേ വരുമായിരുന്നില്ല. ആകെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേക്ക് 25% കൊടുക്കേണ്ടി വന്നത് ലാൻഡ് എടുക്കാൻ കേരളം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിച്ചതും 2 കാര്യങ്ങളെന്ന് പറഞ്ഞുള്ളൂ. ഒന്ന്, ഈ മുൻകാല പ്രാബല്യത്തോടുകൂടി കിഫ്ബിയുടെ ഈ പെൻഷൻ കമ്പനി എടുത്ത ലോൺ വെട്ടിക്കുറയ്ക്കുന്നത് ന്യായമല്ല. കാരണം പ്രോസ്പെക്റ്റീവ് ആക്കിക്കോ. പഴയതെടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇന്നലെ എടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. അത് മറ്റേ ചെന്നായ ആടിനോട് കാണിച്ച കഥ പോലെ ഉള്ളൂ. നീ ഇപ്പൊ എടുത്തില്ലെങ്കിൽ നിന്റെ മുത്തശ്ശനായിരിക്കും കുളം കലക്കിയെന്ന്, തോട് കലക്കിയെന്ന് പറയുന്ന പോലെ മുൻകാല പ്രാബല്യത്തോടെ പിടിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നിത്. രണ്ടാമത്തെ കാര്യം, നാഷണൽ ഹൈവേക്ക് ഞങ്ങൾ പണം മുടക്കി, ഞങ്ങൾ തന്നു, വില കൂടുതലാണ് ഭൂമിക്ക് എന്നുള്ളത് പറഞ്ഞിട്ട് അന്നത്തെ മന്ത്രി പറഞ്ഞ് ഞങ്ങൾ ചെയ്തു. പക്ഷെ അത് ഞങ്ങൾക്ക് ആ പണം ലോണായിട്ട് അത് ഞങ്ങളുടെ ബോറോയിങ് എന്തെങ്കിലും കുറയ്ക്കണ്ടേ? നമ്മുടെ നിത്യനിദാന ചെലവിന് വേണ്ടി എടുക്കുന്ന ബോറോയിൽ നിന്ന് ആ പണം കുറയ്ക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നത്. അപ്പൊ അത് നമ്മുടെ സ്റ്റേറ്റിനോട് മാത്രം കാണിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിനോട് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതിനായിട്ടിപ്പം ഭൂമി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പ്രധാനമായിട്ടും ഭൂമിയുടെ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണ്ടി വരിക. നമ്മൾ സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് കൂടുതൽ സ്ഥാപനങ്ങൾ അവിടെ വരികയും അവരെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതിന് പലതരത്തിലുള്ള സ്ഥലത്തിന്റെ എത്രയാണെന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടത് 10,000 ഏക്കറൊന്നും പോരാ. മൊത്തത്തിൽ 10 ഇത് 10,000 ഇപ്പൊ 1000 കോടി വെച്ചതേ ഉള്ളൂ. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ഞാനൊരു ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ല, ബഡ്ജറ്റിന്റെ സമയത്തും പറഞ്ഞാണ്. ചുറ്റുപാടും പല കാര്യങ്ങൾക്കായിട്ട് 10,000-15,000 ഏക്കറെങ്കിലും ഇത്തരത്തിൽ ആവശ്യമുണ്ടാവും. അതിനകത്ത് ഈ വ്യവസായ പാർക്കുകള്, പിന്നെ ലോജിസ്റ്റിക് പാർക്കുകൾ, നമ്മൾ ഈ പറഞ്ഞ കൊണ്ടുവരുന്ന അസംബ്ലിങ്ങിനും മറ്റും വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഫുഡ് പാർക്കുകൾ, ഹോട്ടൽസ്, ഇന്റർനാഷണൽ കൺവെൻഷൻസ് നടക്കുന്നതിന്, ഇങ്ങനെ പല മേഖലയെ വേണ്ടി വരും. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ അല്ല ഒരു 5 വർഷം 10-15 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. ടെക്നോ പാർക്കില് 10-20 വർഷം മുമ്പ് അതിലെ കൂടെ പോകുമ്പോൾ ടെക്നോ പാർക്കിന്റെ മേഖല എന്തായിരുന്നു, ഇപ്പോഴോ? അപ്പൊ ആ വ്യത്യാസം നമ്മുടെ നാട്ടിൽ വരും. ആ നാട്ടിൽ വരുമ്പം നമുക്ക് കേരളത്തെ ഏറ്റവും നല്ല ഇത്തരം പ്രൊഡക്ഷൻ, നല്ല നോളജ് എക്കോണമി തന്നെയാണ് കേരളത്തിൽ. നല്ല അറിവുള്ളവരുണ്ട്,
നല്ല കാലാവസ്ഥയാണ്. ഇപ്പം മറ്റു പല സ്ഥലങ്ങളിലും ശ്വാസം മുട്ടലും ഒക്കെയാണ്. ക്ലൈമറ്റിന്റെ പ്രശ്നം വലിയ തോതിലാണ്. അതൊന്നുമില്ല. അപ്പം വളരെ ഗ്രീൻ എക്കണോമി എന്ന നിലയിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലോകത്തേക്ക് എല്ലാം സപ്ലൈ ചെയ്യാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു കാര്യം വന്നല്ലോ, പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നതിന്റെ വാർത്ത ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പല രാജ്യങ്ങളിലും അവരെ സാച്ചുറേഷനായി. ഈ പോകുന്ന കുട്ടികളെ വാസ്തവത്തിൽ അവിടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങൾ വരുന്നല്ലോ. അതേസമയം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധ്യത ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ കേരളത്തിന് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഹൈ എൻഡ് പ്രൊഡക്ഷൻ സെന്ററുകളിൽ ഒന്നാവാൻ പറ്റും. ഞാൻ ഇപ്പൊ പറയുമ്പോൾ അതിശയോക്തിയാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ആ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറ്റുക. നമുക്ക് ബാക്കിയുള്ളത് ചെയ്യേണ്ടത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളും അതിന് ജോലി ചെയ്യാൻ പറ്റുന്ന ചെറുപ്പക്കാരും ഒക്കെ നമുക്കുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കിഫി മറ്റു പല കാര്യങ്ങൾക്ക് ചെയ്യുന്ന പോലെ ഇപ്പൊ വ്യവസായ വകുപ്പ് ആണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ്, IT വകുപ്പിന് നമ്മൾ പണം കൊടുക്കുമ്പം IT-ആയി ബന്ധപ്പെട്ടിട്ടുള്ളവർ തന്നെ ചെയ്യുന്നത്. അതുപോലെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുവാണ്. എങ്ങനെയൊക്കെയാണ് ചില SPVs ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ സ്കീമിനകത്ത് ചില SPVs എങ്ങനെ ചേർന്ന് ചെയ്യാം, ചിലത് ജോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന PPP മോഡലൊക്കെ വരാവുന്ന സ്കീം വേണം. അതിനൊക്കെ വിശദമായ ഒരു കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നേ ഉള്ളൂ. നമ്മൾ ഫണ്ട് എനിവേ നമ്മൾ ഇതിന്റെ 1000 കോടിയെങ്കിലും ഈ 1-2 വർഷം കൊണ്ട് വേണ്ടി വരും. അതിനകത്ത് തന്നെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മോഡൽ വേണം. ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് എന്നേലും ഭൂമിയെടുത്ത് എന്നേലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് കാര്യമില്ല. കാറ്റുള്ളപ്പോഴാണ് തൂറ്റേണ്ടതെന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ്. ഇതെല്ലാം വേറെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയും പോയി നമ്മൾ തർക്കമൊക്കെ പറഞ്ഞ് പതുക്കെ നീട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങൾ വരുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞാൽ, അതിനൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ, സൗകര്യങ്ങൾ കിട്ടുവാണെങ്കിൽ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെയുള്ള ഇൻവെസ്റ്റേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പുതിയ തരത്തിലുള്ള പുതിയ സ്ഥാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് കാണുന്നത്. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു SPV അല്ല. ഇപ്പൊ ഇനിഷ്യലി നമ്മൾ ഫണ്ടിന്റെയാണ്. ഒരു SPV അല്ല, അതിൽ കൂടുതലും വരും. കാരണം ഒരു ടിപ്പിക്കൽ ഒരു പർട്ടിക്കുലർ മോഡലിൽ മാത്രം ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ഡെവലപ്മെന്റ്. ചിലപ്പോൾ ചില മേഖലയിൽ ഹോട്ടൽസ് ആയിരിക്കും, ചില മേഖലയിൽ കൺവെൻഷൻ സെന്റർ ആയിരിക്കും, ചില മേഖലയിൽ ലോജിസ്റ്റിക്സ് ആയിരിക്കും, ചിലതിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ഫ്ലെക്സിബിലിറ്റി വേണം. ആ ഫ്ലെക്സിബിലിറ്റിയുടെ മോഡൽ എന്തായാലും അതിന്റെ സ്റ്റഡി നടത്തിയിട്ട് തന്നെ ചെയ്യും. നമുക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ളതിന് കിഫ്ബി ഒരു മുൻകൈ. ഇപ്പൊ നമ്മളിപ്പോ അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങും. ഇത് ലാൻഡ് അക്വിസിഷൻ അല്ല, ഇത് നെഗോഷിയേറ്റഡ് പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് കാലതാമസം ഇല്ല. അതിനിപ്പോ തന്നെ KSITL പോലുള്ള കമ്പനികൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഓൾറെഡി ആ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ITES കമ്പനി, അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട്. അത് ചെയ്തിട്ട് ഇൻഫ്ര ഉണ്ട്, പല KSIDC ഉണ്ട്. പല സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യുന്നതുണ്ട്. പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ പുതിയ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കാം. ലാൻഡ് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ വരിക എന്നുള്ളത് തൊട്ട് പിന്നാലെ വരും. നമുക്ക് പല സ്ഥലത്തും ആവശ്യത്തിന് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടല്ലോ. അല്ല, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടില് ഇപ്പൊ ട്രഷറിയിൽ കുറെ ഏറെ പണമില്ലേ. സംസ്ഥാനത്തിന് ഓരോ വർഷവും ബഡ്ജറ്റിനകത്ത് നമ്മൾ പണം വെക്കുന്നുണ്ട്. നിങ്ങളുടെ നികുതി, അവർ പറയാൻ നിങ്ങളുടെ നികുതിയൊക്കെ ഇപ്പൊ നല്ലപോലെ കളക്ട് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്ന പോലുള്ള ഉപദേശങ്ങളല്ലല്ലോ വേണ്ടേ. ഒരു സാധാരണഗതിയിൽ ഒരു ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു വർഷത്ത് വരുന്ന ചെലവുകൾക്കുള്ള ഒരു തുകയായിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അതിപ്പം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ചേർന്നുള്ള പല ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളിന് തരണ്ടെന്ന് പറയുന്നത് അല്ലല്ലോ വേണ്ടത്. തരേണ്ടതാണ്. ദുരന്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾക്കാണല്ലോ ബഡ്ജറ്റ് ചെയ്യുന്നത്. ഈ വർഷം ഇങ്ങനെ വരാം, അങ്ങനെ വരാം. പ്രളയം വരുന്നു, കോവിഡ് വന്ന് എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിയിരിക്കുന്നു. ഇത് രണ്ടും സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരം കാര്യങ്ങളെയാണ് ദുരന്തങ്ങളെന്നോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്നോ പറയുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വരുമ്പം അതിന് സഹായം കൊടുക്കുക എന്നുള്ളത് എവിടെയും ചെയ്യുന്നതാണ്. നമ്മളെന്തുകൊണ്ടാണ് ഒരു വലിയ അപകടം ഉണ്ടാകുന്നിടത്ത് സംസ്ഥാന സർക്കാർ വ്യക്തിയായാലും കുടുംബത്തിനായാലും കൊടുക്കുന്നത് സഹായം? കാരണം അവർക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു സംസ്ഥാനത്തിന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ഒക്കെ ഒരു ക്ഷീണവും വരാതെ, അവരുടെ പുനരധിവാസത്തിന് ഒരു പ്രശ്നം വരാതെ നമ്മൾ കൈകാര്യം ചെയ്യും. അതിപ്പോ ഇവര് പറഞ്ഞാലും ഇല്ലേ നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്.
അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. പ്രശ്നം എല്ലാ സ്ഥലത്തും സാധാരണ ചെയ്യേണ്ടതും ഗവൺമെന്റ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു തവണ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഇതുപോലുള്ള കാര്യത്തിന് പോലും കേസിന് പോണ്ടി വന്നു. അത് അങ്ങനെ ചെയ്യുകയല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടുന്ന് എന്തോ കണക്കെടുത്താലും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് വന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്, അത് കിട്ടുമ്പോൾ തന്നെ കൊടുക്കുമെന്നാണല്ലോ അന്ന് പറഞ്ഞു. ഞാൻ അവരുമായിട്ടൊന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായിട്ടൊന്നുള്ള തർക്കത്തിനും ചർച്ചയ്ക്കൊന്നും ഈ വേദിയില്ല. ഇത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഭരണപരമായ ബന്ധങ്ങളുടെ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര് രാഷ്ട്രീയം പറയുന്നത് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അന്ന് പറഞ്ഞ അങ്ങനെയാണ്, പ്രത്യേക ഒരു ടീം ഇവിടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഇതേ സമയത്ത് തന്നെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ടതാണ്. മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുത്തു, അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് എന്റെ അഭിപ്രായം. ത്രിപുരയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ തെലങ്കാനയ്ക്ക് കൊടുത്തു. പക്ഷേ സംസ്ഥാനത്തെ എല്ലാവരും, രാജ്യത്തിന് പുറത്തും ലോകത്തെല്ലാം ഈ ദുരന്തം വലിയ തോതിൽ അവരുടെ എല്ലാം മനസ്സിന്റെ ഒരു സിമ്പതി പറ്റിയതും അവരുടെ സപ്പോർട്ടുള്ളതാണ്. അങ്ങനൊരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമൊന്നും പറയേണ്ട കാര്യമില്ല, ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. ഇല്ല, സ്പെഷ്യൽ പാക്കേജ് ഇത് ഈ ബജറ്റിനകത്ത് വെക്കുന്നതിനകത്ത് ഓരോ റുട്ടീനായിട്ട് വരുന്നതാണ്. ഇത് സ്പെഷ്യൽ പാക്കേജിനും സ്കീമുണ്ട്. ഓരോ വർഷവും സ്പെഷ്യൽ പാക്കേജ് വേണ്ടിവരും. ഇപ്പോൾ നമ്മൾ വലിയ ദുരന്തവും ദുരിതമൊക്കെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ചിലപ്പം കോടിക്കണക്കിന് രൂപ കൊടുക്കുമല്ലോ ഓരോ സ്ഥലത്തും. അതെല്ലാം ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ ചൂരൽമലയിൽ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ബഡ്ജറ്റ് മുൻകൂട്ടി കണക്കാക്കി എഴുതി വെക്കുമോ? ഇങ്ങനെ എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പരിഹരിച്ചാൽ പോരെ. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും, 6 ജില്ലയിൽ വെള്ളം കയറുമെന്ന് നേരത്തെ അറിഞ്ഞിട്ട് ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പ് ആളെ മാറ്റിയാൽ പോരെ. എന്താ അത് മനസ്സിലാവുന്നില്ല എനിക്ക്. ബഡ്ജറ്റ് വെച്ചേക്കുന്നതാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലുള്ള പണം ചെലവഴിച്ചും അഡീഷണലായിട്ട് ബഡ്ജറ്റിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുമാണ് എല്ലാ വർഷവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണ വെച്ചിരിക്കുന്ന പണം കൂടാതെ അതെപ്പോഴും തികയില്ല. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ദുരന്തമുണ്ട്, അതുപോലെ മറ്റ് സഹായങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം തന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണ്. വേറൊരു സ്റ്റേറ്റിലും അങ്ങനെ ഇത്രയും കൊടുക്കില്ല. ഇത് സാധാരണഗതി ബഡ്ജറ്റ് വെച്ചേക്കുന്ന കൂടാതെ നമ്മൾ അഡീഷണൽ പണം വെക്കാറുണ്ടോ? അഡീഷണൽ പിന്നെ നിയമസഭയുടെയും കൂടെ അനുമതി എടുത്തിട്ട് നമ്മൾ അതൊക്കെ അഡീഷണൽ കൊടുക്കാറുണ്ട്. അതിനാണ് സാധാരണ അധിക ധനാനുമതിക്ക് വേണ്ടിയിട്ടുള്ള ബില്ലൊക്കെ വരുന്നത്. അവിടെ അത് നമ്മൾ കൊടുക്കും. ഇവിടെ പ്രശ്നം വന്നാൽ ഇപ്പോൾ ഇവർക്ക് ചെലവാകുന്ന ചെറിയ തുകയൊന്നും അല്ലല്ലോ, 100 കണക്കിന് കോടി രൂപ വേണ്ടിവരും. അത് നമ്മൾ കൊടുക്കും എന്നുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അധിക ധനാനുമതി മറ്റൊരു മേഖലയിലെ ചെലവ് എടുത്തിട്ടോ അല്ലെങ്കിൽ വെച്ചേക്കുന്നിടത്തോ അല്ലെങ്കിൽ പുതിയ പണം കണ്ടെത്തിയോ കൊടുക്കും. അതുകൊണ്ട് അക്കൗണ്ടിൽ പണമുണ്ട്, അത് ചെലവാക്കുക എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം ബഡ്ജറ്റിനകത്ത് എപ്പോഴും ഉള്ളതാണ്. ആ പണം എപ്പോഴും വെച്ചേക്കുന്നത് തീർന്നു പോകും, അത് വീണ്ടും കൊടുക്കേണ്ടി വരും. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള 4 തൊഴിലാളികളാണ് ഭാരതപ്പുഴയിൽ റെയിൽവേ വൃത്തിയാക്കാൻ വേണ്ടി, റെയിൽ ലൈൻ വൃത്തിയാക്കാൻ വേണ്ടി കോൺട്രാക്ട് തൊഴിലാളികൾ 4 പേരെ വെച്ചു. റെയിൽവേ ആളെ വെക്കാത്തതുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ്. അവർ വെച്ചു. അന്ന് മന്ത്രി വരുന്നതിനെന്നായിരുന്നു അന്നത്തേക്ക് അപ്പോയിന്റ് ചെയ്തതാണ്, എടുത്ത ഒരു ദിവസത്തേക്ക്. റെയിൽവേക്കാരെ അങ്ങനെ നോക്കിയതേ ഇല്ല. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ദിവസത്തേക്ക് റെയിൽവേ കൊണ്ടുവന്നാണെന്നോ സംസ്ഥാന ഗവൺമെന്റ് സമീപം എടുത്തോ? സംസ്ഥാന ഗവൺമെന്റ് 3 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാ കാര്യവും നോക്കാൻ പോയി. ഇത് ഒരു ദുരന്തമാണ്. ചെറിയ ഒരു പ്രദേശത്തുണ്ടായ ഒരു പ്രത്യേക അപകടത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ദുരന്തമാണ്.